MJ അങ്കിൾ താങ്ക് യു. കണ്ടോ, പ്രതീക്ഷിച്ചില്ല. ഉത്തരം എഴുതാന്ന് പറയുന്നത് ഇതിനാ. യെസ് ആ ഒറ്റ താങ്ക് യുള് നമുക്ക് മനസ്സിലാവും ആരാ വരാൻ പോകുന്നത്. യെസ്. ബാബു കാഹിറ്റ്സുമായിട്ട് നമ്മുടെ സ്വന്തം താങ്ക് യു എത്തിയാണ്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. എല്ലാം നോക്കിയോ, ലൈറ്റ് ഒക്കെ ശരിയല്ലേ നോക്കിയോ? എല്ലാം ഓക്കെ അല്ലേ? സ്റ്റേജ് ഒക്കെ ഓക്കെ അല്ലേ? ഫ്ലോർ അതീവ മനോഹരമായിരിക്കുന്നു. ഹലോ, നല്ല ഉടുപ്പാണല്ലോ ഇത്. മിനുടെ ഇവിടെ മാത്രമാണ് സൈലന്റ് കേട്ടോ. വെളിയിൽ പോയി കഴിഞ്ഞാൽ പുറത്ത് ഒരേ violent ആണോ? സംസാരം, ഒരു രക്ഷയില്ല. ആണോ? എല്ലാം വൺ വേർഡ് ആൻസർ ആണ്. ആരുടെ കൂടെയാ വർത്താനം പറയുന്ന പുറത്ത്? കൺമണീന്റെ കൂടെ. ആ, ജഗത്തിന്റെ കൂടെ. ജഗത്ത് പിന്നെ ചേട്ടനാണല്ലോ. ജഗത്തിനോട് വഴക്കൂടുവോ? ആ. ആണോ? എന്തിനാ വഴക്കൂടുന്നത്? എന്റെ ബോള് ഞാൻ മോന് കളിക്കാൻ കൊടുത്തിട്ട് പിന്നെ തരുന്നില്ല. പിന്നെ തിരിച്ചു തന്നില്ല. അങ്ങനെയൊക്കെ അത് ചെയ്യും. ശരിയല്ല കേട്ടോ ജഗത്തെ. ഞാൻ കാണുമ്പോ വരട്ടെ, പറയാം കേട്ടോ. ചോദിക്കുന്നുണ്ട് അത് ശരിയല്ല. പ്രാവശ്യം. ശരിയില്ലെന്ന് പറയാം കേട്ടോ. അപ്പൊ കമ്പനി വഴക്കുണ്ടാക്കാറുണ്ടല്ലോ, അതെന്തിനാ? അത് കമ്പനിക്കുട്ടിയോട് ചോദിക്കട്ടെ, ഈ ചേച്ചി വഴക്കുണ്ടാക്കാറുണ്ടോ? ഇല്ല. ഇല്ലേ? ഭയങ്കര സ്നേഹ. ഓ, എന്തൊരു ഒത്തൊരുമ. പക്ഷേ കളിക്കുന്നുണ്ട്. ആ കളിക്കുന്നുണ്ട് ഒന്നിച്ച്. പക്ഷേ കുട്ടി ഇന്നേതാണ് പാട്ട്? ഞാനൊരു 3 പാട്ട് പാടും. അതിലേതാ പാട്ട് എന്ന് പറയണം. ഓ ഓക്കെ, ചാലഞ്ച് ഫോർ ക്വിസ് us. കോൺടെസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്കായി ഒരു 15 challenge. മിനിറ്റ് എടുക്കൂലേ? അല്ല, കുറച്ച് ആദ്യത്തെ വരി മാത്രം. ആണോ? ആ, 2 വരി. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഇത് ദാസര പാടിയ പാട്ടാണ്, ഇതല്ല. പ്രാണസഖി ഞാൻ ഇതും ദാസര പാടിയ, അതല്ല. കാണാൻ ഇതന്നെ ഇതന്നെ. പറ്റാത്ത കിട്ടിപ്പോയി. ഇതായിരിക്കും. കിട്ടിപ്പോയി. Yes. കറക്റ്റ് ആണോ പറഞ്ഞത്? ആ. തുടങ്ങാം. ഡീറ്റെയിൽസ് Details ഡീറ്റെയിൽസ് പറയണ്ടേ? പാടിയത് AM രാജ സാർ, ഉം. മ്യൂസിക് ഡയറക്ടർ MS ബാബുരാജ് സാർ, ഉം. ലിറിക്സ് P ഭാസ്കരൻ സാർ, ആ. വർഷം 1965, സിനിമ കുപ്പിവള. കറക്റ്റ്. അപ്പൊ നമ്മുടെ പാട്ട് ഇതേ തുടങ്ങാൻ പോവാണ്. ഇനി എനിക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്താ പറയാനുള്ളത്, കറക്റ്റ് ആയിട്ട് നമ്മുടെ QR കോഡൊക്കെ സ്കാൻ ചെയ്തതിന് ശേഷം ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ
മുഖം കാണാതെ കണ്ണടച്ചിടും ഞാൻ എന്നാലും ഉമ്മാടെ കണ്ണാണ് ഉപ്പാടെ കരളാണ് ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ ഉള്ളിലെ മിഴികളാൽ കാണുന്നു ഞാൻ കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലമൊട്ടെ കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലമൊട്ടെ കൽബിന്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ മിടുക്കി. വൈദ്യുതി കുട്ടി നന്ദി പാടിയോ? നല്ല എനർജി ഉണ്ടായിരുന്നു ഇന്ന്. ഇപ്പൊ എനർജി കൂടാൻ അമ്മ എന്തെങ്കിലും തരുന്നുണ്ടോ വീട്ടിൽ നിന്ന്? ചപ്പാത്തിയും ചിക്കനും അങ്ങനെ എന്തെങ്കിലും? ചപ്പാത്തിയും ചിക്കൻ കറി ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ എന്താ ഫേവറേറ്റ്? ചോറും സാമ്പാറും പപ്പടവും. ചോറും സാമ്പാറും തന്നിട്ടാണോ ഇന്ന് നന്നായി പാടിയത്? ഉം. ചോദിച്ചു നോക്കാവേ. കേട്ടോ എം ജെ അങ്കിൾ, എന്തുകൊണ്ട് ഇന്ന് ഇത്ര നന്നായി പാടിയെന്നറിയോ? നേരത്തെ ചപ്പാത്തിയും ചിക്കൻ കറിയും അല്ലായിരുന്നോ ഇഷ്ടം? ഇപ്പൊ ഇഷ്ടം ചോറും സാമ്പാറും പപ്പടവും. അത് തിന്നുകൊണ്ടാണ് ഇത്ര നന്നായി പാടാൻ പറ്റിയതെന്ന്. ആ ഇത്രയൊക്കെ പറഞ്ഞോ? ആ പുതിയ അതെ. രഹസ്യം. അതെ അതെ. ഓക്കെ. ഈ കാലം പോകുന്തോറും വീര്യം കൂടും എന്ന് പറയില്ലേ ചില കാര്യങ്ങൾക്ക്, അതുപോലെയാണ് ഈ പാട്ടിന്റെ കാര്യം. അതിന്റെ ഒരു സത്തെന്ന് പറയുന്നത് അതിങ്ങനെ ഉരുകി 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 നമ്മുടെ ഹൃദയങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് അവിടെ വച്ചിരിക്കുകയാണ് ഈ പാട്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ വോയിസിൽ അത് കിട്ടുമ്പോൾ അത് വളരെ ക്യൂട്ടാണ് കേട്ടോ. ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കൽപ്പിച്ച് റബ്ബെനിക്കേകിയ മലർമൊട്ട് ആ സംഗതിയില്ലേ, അന്ന് പാടാമോ? കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ. അത് കുറച്ചൊരു താളത്തിൽ പാടാം. നന്നായിട്ടുണ്ട്. 1 2 3 1 2 3. കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ. അത് അങ്ങനെ കോണ്ടെക്സ്റ്റ് ആയിട്ട് പാടിയാൽ നന്നായിരിക്കും. അത് രസമായിരുന്നു കേട്ടോ. പിന്നെ കണ്ണില്ല ബാപ്പയ്ക്ക് പാടിയില്ലേ, ആ സംഗതി ഉഗ്രനായിരുന്നേ. അവിടെ ഫീലും ഉണ്ടായിരുന്നു. കണ്ണില്ലാത്ത ബാപ്പയ്ക്കാണ് ഈ കുഞ്ഞുണ്ടാവുന്നത്. ആ പാടിക്കത്. കണ്ണില്ല ബാപ്പയ്ക്ക് കൈവന്ന കണ്ണല്ലേ മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ ഉണ്ടായ അതെങ്ങനെയാ? ഉണ്ടായ മണ്ണിതിലുണ്ടായ ഉണ്ടായ മണ്ണിതിലുണ്ടായ. അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ ഒറിജിനൽ ഒന്നുകൂടെ കേട്ടിട്ട് ആ ആ ആ അത് നമുക്ക് ഈസി ആയിട്ട് വരണം കേട്ടോ. ആ അത് കറക്റ്റ് ചെയ്യണം. കൺമണി നിൻ മലർ തൂമുഖം, അതും നന്നായിരുന്നു കേട്ടോ. സുഷേ, ആ സിത്താറിന്റെ തരഫിട്ടല്ലേ, അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് കേൾക്കാനായിട്ട് അത് ഈസി അല്ല അത് ചെയ്യാനായിട്ട്. അതെങ്ങനെ ചെയ്തേ? സാർ നമ്മളെ സാധാരണ സിത്താറിന്റെ ടോണ് റിലീസ് ഇട്ടു അധികം. ആ അങ്ങനെയാണ് ചെയ്തല്ലേ? കൊള്ളാം. സിത്താറിന്റെ ഒരു സാമ്പിൾ ഉണ്ട്, ആ കുറച്ച് റിലീസ് ഇട്ടപ്പം അങ്ങനെ കിട്ടി. ആ സസ്റ്റെയിൻസ് കിട്ടി. അതെല്ലാം കൂടെ ഒന്നിച്ച് വായിച്ചപ്പോ ഇങ്ങനെ കിട്ടി. സുഷി ഒരു സംഭവമാണ് കേട്ടോ. താങ്ക് യു സാർ. സുബിൻ പിന്നെ അതിന്റെ അത് വായിച്ചില്ലേ, അത് രസമായിരുന്നു, വളരെ നന്നായിരുന്നു. അപ്പൊ അതെന്താ വെച്ചാ ഇതിപ്പോ നമ്മൾ വിചാരിക്കുക ഒരു കമ്പോസർ വേറൊരു കമ്പോസറിൽ നിന്ന് കോപ്പി അടിച്ചു എന്ന്. അങ്ങനെയല്ല. ഒരു രാഗത്തിന്റെ പക്കട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ രാഗത്തിനെ പെട്ടെന്ന് പിടിക്കാവുന്ന ഫ്രേസ് എന്നാണ്. അപ്പൊ ആ ഫ്രേസ് ഈ പീലു, മിസ്റ്റർ പീലുവിലൊക്കെ അറിയാതെ വന്നു അല്ലേ? അത് വരും. അറിയാതെ വന്നു. അത് അറിയാതെ വന്നു. അത് തന്നെയാണ് ബാബുക്കയ്ക്കും ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഇതുപോലെ ദേവരാം മാസ്റ്ററുടെയും ഏതോ പാട്ടിലുണ്ട്, ഞാൻ ഓർക്കുന്നില്ല, അത് രസകരമായിട്ട് തോന്നി. ഇപ്പൊ കുഞ്ഞ് ആ നോട്ട്സ് പാടിയപ്പോൾ വളരെ രസ ആയതുകൊണ്ട് കൂടുതൽ അത് തോന്നി കേട്ടോ. അപ്പൊ നമ്മുടെ കുഞ്ഞ് വിചാരിക്കണത് ഈ അങ്കിൾ എന്തൊക്കെയാ പറയണത്, വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെയാണോ ആലോചിച്ച്? ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലാവും, കുറച്ചും കൂടെ വലുതാവുമ്പോഴത്തേക്കും ഒത്തിരി മനസ്സിലാവും കേട്ടോ. ഇപ്പൊ മനസ്സിലാവാതെ ഇങ്ങനെ പാടുന്നുണ്ടെങ്കിൽ മനസ്സിലായാൽ എത്രത്തോളം പാടാൻ പറ്റും, അതാണ് നമ്മുടെ അമ്കുട്ടി. സോ താങ്ക് യു.
ഫോർ ദ സോങ്. ജ്യോതിക്കുട്ടി, ഓ മനോഹരമായ പാട്ട് മനോഹരമായി പാടി. താങ്ക് യു. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ കൽബിന്റെ കണ്ണേയുറങ്ങുറങ്ങ്. എൻ്റെ ലിറിക്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് പഠിച്ചു പാടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിറിക്സ് ഇത്രയും ലെജിബിളായിട്ട് പാടുന്നത്. അത് വളരെ മനോഹരമായിരുന്നു കേട്ടോ. മോള ഇത് ശരിക്കും പാടി, അത് പഠിച്ച രീതി തെറ്റിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഇപ്പം നമ്മൾ ഇതിലായിരുന്നു, അത് മണ്ണിതിലുണ്ടായ വിണ്ണല്ലേ, അത് എക്സാക്ട് നോട്ട് പഠിച്ച് പാടണേ കേട്ടോ. അത് മോള് പാടിയത് ഒറിജിനൽ സാധനമായിരുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. പല്ലവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് പല്ലവി എക്സലന്റ് ഇറ്റ് വാസ്. താങ്ക് യു. ലാസ്റ്റ് പല്ലവി ഓൾസോ വളരെ ഭംഗിയായിട്ട് പാടി. താങ്ക് യു. എന്തായാലും ബ്യൂട്ടിഫുൾ ആയി. താങ്ക് യു. താങ്ക് യു. ശരിക്കും നല്ല ഫീൽ ഉണ്ടായിരുന്നു ദ്യുതിക്കുട്ടി, താങ്ക് യു. നല്ല ഫീലും ഉണ്ടായിരുന്നു. ഈ പാട്ടിന്റെ ആ ഒരു ഫ്ലോ കളയാതെ ദ്യുതിക്കുട്ടി പാടി. താങ്ക് യു. അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനിങ്ങനെ എന്താ പറയാ, രണ്ട് കയ്യിൽ ഇങ്ങനെ 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 നമ്മൾ വെള്ളമൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഇങ്ങനെ തുളുമ്പി പോവാതെ ഇങ്ങനെ നടന്നു പോവില്ലേ, അതുപോലെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ദ്യുതിക്കുട്ടി. താങ്ക് യു. കേട്ടോ, മിടുക്കിയായിട്ട് പാടിയേ. എനിക്ക് ഈ സെലക്ഷനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദ്യുതിക്കുട്ടിക്ക് പറ്റിയൊരു പാട്ട്. താങ്ക് യു. ഇത് ആരാ സെലക്ട് ചെയ്ത് തന്നെ? അച്ഛനായിരിക്കും. അച്ഛനായിരിക്കും. ആയിരിക്കും. അതിനെപ്പറ്റി ധാരണയില്ല. അച്ഛൻ ഇങ്ങനെ, അച്ഛൻ ഞാൻ അറിഞ്ഞിട്ടില്ല. ബാബുരാജ് സാറിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഇഷ്ടമാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും അച്ഛൻ പാടും, അത് പാടും, എന്നെ പഠിപ്പിച്ചു തരും. പഠിപ്പിച്ചു തരും. പഠിപ്പിക്കാം, പാടും ഡാൻസ് ചെയ്യും ചേട്ടൻ. അല്ല, ഇതൊക്കെ സത്യമാണോ? ഇത് സത്യമാണോ? കഴിഞ്ഞ പാട്ടില് അച്ഛൻ പറഞ്ഞിട്ടില്ലേ, അടുത്ത പാട്ടിന് ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഓർമ്മയുണ്ട്. ഡാൻസ് ചെയ്യാൻ പറ്റിയ പാട്ടല്ല. ആ ഓ രക്ഷപ്പെടുത്തുവാണോ? ഡാൻസ് പാട്ട് കൂടെ നമ്മള് ഇത് തീരുന്നതിന് മുമ്പേ ഷെനീലിന്റെ പാട്ട് കേൾക്കാൻ പറ്റുമോ എന്തോ? അതായിക്കോട്ടെ, ഞാൻ അധികം നിർബന്ധിക്കാത്ത എന്താന്ന് പറയാം. ഇന്ന് എനിക്ക് വേറൊരു കാര്യം കൺഫേം ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയില്ലേ, ദ്വിതിക്കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒത്തിരി സംസാരിക്കത്തില്ല. താങ്ക് യു, ആയിരിക്കും, അതൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് ആരെയും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ദ്വിതിക്കുട്ടിയുടെ എപ്പിസോഡിൽ ഓൾറെഡി പോയതാണ്, പക്ഷെ നമ്മളുടെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അത് കണ്ടതിന് ശേഷം ഒത്തിരി പേര് അതിനെ പറ്റി കുറെ അധികം സംസാരിച്ചാണോ? അതെ. അതാണോ? എം.ജെ ഞങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു, അതല്ലേ ഞാൻ പറഞ്ഞ വെളിയിൽ ഭയങ്കര സംസാരം. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് സുഖാണോ? സുഖകരം. എന്താടാ നിന്റെ സുഖത്തിനൊരു കനം? കനമല്ല, കരം, സുഖകരം. ഞാൻ പാടാൻ പോകുന്ന പാട്ട് ആ സിനിമയിലാ. ഏത്? സുഖം സുഖകരം. ഓ അതാണ്, അല്ലാതെ നീ എന്നോട് സുഖാണോ എന്ന് ചോദിച്ചതല്ല. നിന്നോട് ആരാ സുഖാണോ എന്ന് ചോദിക്കുന്നത്? ഞാൻ പാടാൻ പോകുന്ന സിനിമയുടെ പേര് ഓർത്തതാ, സുഖം സുഖകരം. എന്നാ ചേട്ടൻ പോട്ടെ, ടാറ്റാ. ബാക്ക് ടൈം. നല്ല അഭിനയം. അതെ. പുഞ്ചിരി കൊഞ്ചലുകൾ പഞ്ചാരമണി ചുണ്ടി. എന്താ ഈ ഗാനം മറക്കുമോ? ഇല്ല, ഇതെന്റെ അടുത്ത ഷെഡ്യൂളിൽ പാടുന്ന പാട്ടാ. ഏത്? മഞ്ചാടി മഴ. അത് നീ മറക്കോ മറക്കാതിരിക്കുകയോ ചെയ്യും. നീ ഗാനം മറക്കോ എന്ന് ചോദിച്ചതോ? അത് ഞാൻ പാടാൻ പോകുന്ന പാട്ടാ സിനിമയില്. ഈ ഗാനം മറക്കുവോ? എന്നാ ചേട്ടൻ ഇരുന്ന് പാട്ട് പഠിക്കേ, അനിയത്തി പോയി പാട്ട് പഠിക്കുക. ഇത് അഭിനയമല്ല, ഇത് ശരിക്കുള്ളതാണ്. അവര് ജീവിക്കുകയാണ്. ഇതാണ് നമ്മുടെ ദ്വിതിക്കുട്ടി, ഇതാണ് ഓജി. ദ്വിതിക്കുട്ടി ഇതാണ്. ഇത് ശരിക്കും അന്നൊരു ഡാൻസ് വീഡിയോ കാണിച്ചില്ലേ മുന്നേ? പണ്ടത്തെ ഒരു ഡാൻസ് വീഡിയോ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിരുന്നു ഇതാണ് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള ദ്വിതിക്കുട്ടി എന്ന്. അപ്പൊ മിടുക്കി. എന്തായാലും ഇപ്പൊ എം.ജെ സാറും ഇപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു, പിച്ച് ഇത്തിരി കൂട്ടണോന്നൊരു സംശയം. നമുക്കൊന്നൊരു ഒരു 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 അരക്കട്ട കൂട്ടി പാടി നോക്കാം നമുക്ക്. കുറച്ചൊരു സംശയം ഉണ്ടായിരുന്നു അല്ലേ? ബാക്കി പാടാം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തെ
കൽപ്പിച്ചു റബ്ബെനിക്കേകിയ മലർമൊട്ടെ കൽബിന്റെ കണ്ണീയുറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തെ കരളിന്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. ഇത് കുറച്ചുകൂടെ തോന്നുന്നുണ്ടല്ലോ defined യെസ് ആയിട്ട് കുറച്ചും ഈ കൂടെ ശ്രുതിയില്. ക്ലാരിറ്റി ഉണ്ട് Clarity. പാടുന്നതിന്. പ്രാക്ടീസ് മറ്റേ ശ്രുതിയിലായതുകൊണ്ടാണ് കുഞ്ഞിന് ഒരു യെസ് സംശയം. എക്സാക്ട്ലി. അതെ. കുറച്ചും കൂടെ ഈ ഒരു ശ്രുതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പാടാൻ പറ്റിയേനെ ദ്യുതിക്കുട്ടിക്ക് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് ദ്യുതിക്കുട്ടി ഇന്നത്തെ കഥ. അപ്പൊ നമുക്ക് മാർക്ക് അറിയണ്ടേ? ആ. എത്രയായിരിക്കും? ആ, ഒരു ആ, എത്ര? ഗസ് പറയുന്നു. എത്ര പറയാൻ വന്നേ? 97, ഉറപ്പിച്ചു പറ. എത്രയെങ്കിലും ഇപ്പൊ പറഞ്ഞത് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു. എത്ര മാർക്കാണെങ്കിലും അതിന്റെ കൂടെ ഒരു സാധനം കൂടെ കിട്ടും. എന്താ അത്? മാർക്ക് കൊടുത്താൽ അതിന്റെ കൂടെ ഫ്രീ ഒരു സംഭവം ഉണ്ട്. എനിക്കും ഉണ്ണി സാറിനും അറിയാത്തൊരു സാധനം. ആ. അതെന്താ അത്? അത് വരും. അത് നിങ്ങക്ക് രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റാത്ത എന്തുവാന്ന് തോന്നുന്നു. എന്തോ ആണ്. മാർക്ക് പറയട്ടെ എന്നാ. ദ്യുതിക്കുട്ടിക്ക് ഇറ്റ് ഈസ് 97 out of 100 ടുഡേ. അല്ല ബാക്കി എന്താ കൊടുക്കാൻ പോണേന്ന് പറ. പോരട്ടെ. ചെല്ലൊരു സാധനം തരും, സർപ്രൈസ്. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവരോട് പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഇപ്പൊ ഉണ്ടോ? ആ. ആ അത് തന്നെ. ആ, ലഡു. അതിന്റെ ഇടയ്ക്ക് അത് ആ മനസ്സ് കാണാതെ ഒരു കൈ അഴിയിൽ ഇങ്ങനെ വെച്ചു. എന്റെ കയ്യിൽ ഇല്ല എന്നാ അവരോട് നോക്കി പറഞ്ഞില്ല. ഇപ്പൊ ഉണ്ടോ? മുതുകാടിന്റെ ശിഷ്യനാ. ഗോപിയേട്ടൻ ഇത് കാണണ്ട. അയ്യോ. അപ്പൊ 97 പ്ലസ് ഒരു ലഡു. 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 ചോട്ടാഭിയുമായി. എന്നാ ടാറ്റാ ദിദികുട്ട. കൺഗ്രാറ്റുലേഷൻസ് ദ്യുതികുട്ട. See you. നമുക്കൊരു മിടുക്കിയെ വിളിച്ചാലോ പാട്ട് പാടാനായിട്ട്? Yes. മിടുക്കി ഒരു സുന്ദരി ഒരു അടിപൊളി പാട്ടുകാരിയാണ് വരുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും. ശ്രീയക്കുട്ടി, ലെറ്റ്സ് വെൽക്കം ശ്രീയ സോജേഷ് ഓൺ സ്റ്റേജ്. മീനുകൂട്ടാ എന്തോ നമുക്കത് പൊളിക്കണ്ടേ? അത് വേണം. മറ്റേ ഞാൻ പറഞ്ഞ കാര്യം ഏത്? Yes. യെസ്. അത് വേണം, അത് വേണം, അത് വേണം. വേണ്ടേ? ഇപ്പഴാണോ? അതിന്റെ ഒരു ക്ലൂ പറയാം. ഓക്കെ. അതായത് ഔസപ്പച്ചൻ ചേട്ടൻ ഒരു പുതിയ വോയിസ് ഇങ്ങനെ തപ്പുകയായിരുന്നു. ഓക്കെ. അപ്പോ അങ്ങനെ കണ്ടുപിടിച്ചതാണ് നമ്മുടെ ശ്രീയക്കുട്ടിയുടെ വോയിസ്. അങ്ങനെ ശ്രീയക്കുട്ടിയുടെ ഔസപ്പച്ചൻ ചേട്ടൻ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഓ ഇത് ഞാൻ അന്നേ ഊഹിച്ചു. ഉണ്ണിയങ്ങള് ഗസ് കൺഗ്രാറ്റ്സ് ശ്രീക്കുട്ട. Thank you. അതിന്റെ റെക്കോർഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞു. ഏതാ ഫിലിം മോളെ? ഫിലിം അല്ല, ഇതൊരു ആൽബമാണ്. ആൽബം. ആ. ഓക്കെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് വേണ്ടി ചെയ്തതാണ്. ഓക്കെ. അപ്പൊ ഇതൊരു സർപ്രൈസ് പോലെ ലാലേട്ടന്റെ അമ്മയും ലാലേട്ടനും തമ്മിലുള്ള ഒരു ബോണ്ടിനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ഓ ഗുഡ്. ലിറിക്സ് ആരാ? ലിറിക്സ് മധു വാസുദേവൻ. മധു വാസുദേവൻ. മധുവാണ് ഇത് എഴുതിയിരിക്കുന്നത്. മധു നല്ല ഗംഭീരമായിട്ട് എഴുതുന്ന ആളാണ്. അപ്പൊ അത് ഒരു നല്ലൊരു കൂട്ടായ്മയാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഡെഡിക്കേഷൻ സോങ് ആണ്. അത് പാടാനായിട്ട് ഈ ലോകത്തിൽ നിന്ന് എത്ര പാട്ടുകാരില്ലേ കണ്ടെത്തി ഒരൊറ്റ ഒരാളെയാണ്. അത് നമ്മുടെ കുട്ടിയാണ് അല്ലേ? അത് അഭിമാനം. എവിടെ വെച്ചാ പാടി മോളെ? തൃശ്ശൂര് പോയോ പാടാൻ? അല്ല എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ വെച്ച് പാടിയത്. ഓക്കെ. മധു സാറുടെ ഓൾറെഡി ഒരു ആൽബം ഞാൻ പാടിയായിരുന്നു കുറച്ചു വർഷം മുന്നേ. ഓക്കെ. ഒരു പൂച്ചപ്പാക്കര, ഒരു കാറ്റ് റിലേറ്റഡ് ഒരു സോങ് പാടി. ഇതെന്ന് വെച്ചാൽ ഔസപ്പച്ചൻ ചേട്ടന് മനസ്സിലായി അതായത് ശ്രീയ ഭയങ്കര ബിസിയാണ്. അതുകൊണ്ട് തൃശ്ശൂരിന് എറണാകുളത്തോട്ട് വന്ന് ഷൂട്ട് ചെയ്തു. പക്ഷെ ഇനി ഇവിടുന്ന് ലാലങ്ങളുടെ ഒത്തിരി മൂവീസിലും പാടാൻ പറ്റട്ടെ അല്ലേ? ഒത്തിരി പാടട്ടെ. ഒത്തിരി പാട്ടുകൾ പാടട്ടെ. വലിയ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ടോപ്പ് ബാൻഡ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഉഗ്രം കൈയടി കൊടുക്കാം. Hearty congrats. Thank you so much. Solo song അല്ലേ മോളെ? Solo song. Good, very good. Thank you. അപ്പോ വിത്ത് ദീസ് ഫ്യൂ വേർഡ്സ് ഇന്നത്തെ പാട്ട് ഏതാണ്? ഇരു കണ്ണീർ തുള്ളികൾ. ബാബുക്ക അഗൈൻ. Yes. ഭാസ്കർ മാസ്റ്റർ അഗൈൻ. Yes. ജാനകിയമ്മ അഗൈൻ. അല്ലേ? സിനിമ ഏതാണ്? ഇരുട്ടിന്റെ ആത്മാവ്. 1987 അല്ലേ വർഷം? അല്ല 1967. ആ ഓക്കെ. തെറ്റിച്ചല്ലോ. സന്തോഷായല്ലോ. ഞാൻ തെറ്റിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റാറില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. പാട്ട് നന്നായി പാടാ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. കണ്ണീർ തുള്ളികൾ
തുടർന്നു ശ്രീകുട്ടി, യെസ് സർ. അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചെയ്യണം. ഓക്കെ ഇങ്ങോട്ട് വരണം. ഓക്കെ. I want to give you a big hand for this. താങ്ക് യു. താങ്ക് യു. ആസ്വാദ്യയുടെ വരും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈനാമിക്സ് വർക്കൗട്ട് ചെയ്യണമെന്ന്. യെസ്. അത് കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്, താങ്ക് യു. പക്ഷെ അതേസമയം അത് ഒളിപ്പിച്ചു വെച്ചു അല്ലേ? ഡൈനാമിക്സ് ഉണ്ടെന്ന് ഒളിപ്പിച്ചു വെച്ചു, പക്ഷെ ഡൈനാമിക്സ് ഉണ്ടായിരുന്നു. അത് ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് ആയിട്ട് താങ്ക് യു. കൊണ്ടുവന്നിട്ടുണ്ട്. മിടുക്കി. താങ്ക് യു സർ. യാ, താങ്ക് യു. യു നെയിൽഡ് ഇറ്റ്. താങ്ക് യു സർ. ഈ പാട്ട് വെരി ഡിഫിക്കൽട്ട്, വെരി ടഫ്. ഒരു പാട്ടുകാരിക്ക്, ഈവൻ നമ്മൾ പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്ന വലിയ വലിയ പാട്ടുകാർക്ക് പോലും ഈ പാട്ടൊന്ന് എടുത്ത് പാടണമെങ്കിൽ ഒരു 5 പ്രാവശ്യം അവർ ആലോചിക്കും ഇത് വേണോ. പ്രത്യേകിച്ചും റെക്കോർഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തെടുക്കാം, പല ടേക്സ് എടുത്തിട്ട് അതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. പക്ഷെ ഇതൊന്നും പറ്റൂലല്ലോ, ഇത് ഇൻസ്റ്റന്റേനിയസ് ആണ്. മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇൻസ്റ്റന്റ് ഗ്ലോറിയും കിട്ടും കേട്ടോ. ഇതൊരു ഇൻസ്റ്റന്റ് ഗ്ലോറിയുടെ പാട്ടാണ് കേട്ടോ. പിന്നെ അതിലെ സങ്കടം, ഇത് സങ്കടത്തിന്റെ പാട്ടാണല്ലോ, അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? എനിക്ക് ബിഗ് താങ്ക്സ് ടു വൈശാഖ് സർ. വൈശാഖ് സർ ആണ് ഫുൾ ടു ഓൾ ദ ഗ്രൂമേഴ്സ്. വൈശാഖ് സർ ആണ് എന്റെ സ്റ്റോറി ഫുൾ എനിക്ക് പറഞ്ഞു. അപ്പൊ ഇതിലെ അടുക്കുവാൻ അവർക്ക് ആ സ്റ്റോറി പറയാമോ? അവര് ഈ പാട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. അവരിതൊരു കണ്ണുനീരിന്റെ ഒരു രീതിയിലാണ് അവർ ഫുൾ ഈ പാട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം സ്റ്റാർട്ടിങ് മുതൽ കണ്ണുനീര് ഇവിടം വരെ എത്തുന്നതാണ് ഈ ഫുൾ പാട്ട്. അപ്പം അടുക്കുവാൻ അവർക്കെന്നും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഇവിടുന്ന് ഈ കവിളിലേക്ക് എത്തുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇവിടെ എത്തിയപ്പം ഒരു ദീർഘശ്വാസം വലിച്ചപ്പോൾ അവർ രണ്ടാളും ഇനിയും പിരിഞ്ഞു പോയി എന്നാണ് അവർ പറയുന്നത്. കറക്റ്റ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇരു കണ്ണീർ തുള്ളികൾ, അവര് ഈ കണ്ണുനീർ തുള്ളികൾ ഒരിക്കലും മീറ്റിംഗ് പോയിന്റ് ഇല്ലല്ലോ അല്ലെ? അവർ മീറ്റ് ചെയ്യും എന്ന് വരുമ്പോഴത്തേക്കും ഒരു ദീർഘനിശ്വാസത്തില് അതിങ്ങനെ മഴത്തുള്ളി പോലെ മണ്ണിൽ വീഴാണ്. മണ്ണിൽ വീഴുമ്പോഴത്തേക്കും ഈ തുള്ളി തെറിച്ചു പോകുന്ന പോലെ അത് തെറിച്ചു പോവാണ്. ഈ കണ്ണുനീർ തുള്ളികൾ എന്ന് പറഞ്ഞാൽ തന്നെ 2 ആൾക്കാര്, അവര് ഒരിക്കലും ഒന്നിക്കുന്നില്ല. അവര് എന്നും അകലാനും അവസാനം ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആവാനും ആണ് അവരുടെ ഫേറ്റ് എന്നുള്ളതാണ്. അതാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് ആണ്. അപ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളതാണ്.
താങ്ക് യു. ഒരു പാട്ടിലെ ലിറിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് മേക്ക് യു തിങ്ക് എ തോട്ട്, ഒരു ചിന്തയെ ചിന്തിപ്പിക്കണം. ഒരു പാട്ടിലെ മ്യൂസിക് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് മേക്ക് യു ഫീൽ എ ഫീലിംഗ്, ഒരു ഫീലിംഗ് നമ്മൾ അനുഭവത്തെ അനുഭവിപ്പിക്കണം. അപ്പോൾ ഒരു സോങ് എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഷുഡ് മേക്ക് യു ഫീൽ എ തോട്ട്, ഒരു തോട്ടിനെ ഫീലിപ്പിക്കണം. അപ്പോൾ ആ തോട്ടിനെ കൃത്യമായിട്ട് ഇന്ന് ഫീലിപ്പിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള ഈ പെർഫോമൻസിന്റെ എക്സ്ട്രോർഡിനറി ആയിട്ടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്. അത് ഗംഭീരമാണ്, അത് വലിയൊരു കഴിവെടുക്കണം. ദിസ് ഈസ് പെർഹാപ്സ് യുവർ ബെസ്റ്റ് ടിൽ ഡേറ്റ്. ഞാനും എഗ്രി ചെയ്യുന്നു. ബെസ്റ്റ് മാത്രമല്ല, ശ്രീയുടെ ബെസ്റ്റ് മാത്രമല്ല, ടോപ്പ് സിംഗർ നമ്മൾ ആകെ മൊത്തം എടുത്താൽ പോലും, ഇത്രയും വർഷങ്ങൾ എടുത്താൽ പോലും വൺ അമംഗ് ദ ബെസ്റ്റ് ആയിട്ട് ഞാൻ കാണുന്നു. ആ ഇന്റൻസിറ്റി ഉണ്ട്, ഇന്റൻസിറ്റി എവിടെയെങ്കിലും നഷ്ടപ്പെടാം നമുക്ക്. എവിടെയും സൂപ്പർഫിഷ്യൽ അല്ലായിരുന്നു, അതിന് ഡീപ്പായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ഥലത്ത് താളം മറിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് ചരണം കഴിഞ്ഞ പല്ലവി വരും. അവസാനത്തെ സെക്കൻഡ് ചരണം കഴിഞ്ഞു താളത്തിന് തുടങ്ങിയില്ല, പക്ഷെ അത് മേക്കപ്പ് ചെയ്തു. കാരണം അവിടെ ആനന്ദ്ജിയും മുരളിജിയും കൂടെ നേരെ താളം മറിച്ച് വായിച്ചതുകൊണ്ട് അവിടെ താളം മറിഞ്ഞായിട്ട് നമുക്ക് തോന്നിയില്ല. അവര് കറക്റ്റ് ചെയ്തു, അവര് ഒരു ഓട്ടോ കറക്ഷൻ നടന്നു. അത് നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് കാര്യമാക്കുന്നില്ല. വേറൊരു സ്ഥലത്ത് ശ്രുതിയുടെ ഒരു പ്രശ്നമുണ്ട്. കവിളിലേക്ക് ഒഴുകുമ്പോൾ ഒരുമിക്കുമെന്നോർത്തു എന്നുള്ള സ്ഥലത്ത് ശ്രുതി ഒരു ചെറിയ ചേരായികയുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് പെർഫോമൻസ് ഫ്രം യു. കീപ് ഗോയിങ്, മാർച്ച് വിത്ത് കോൺഫിഡൻസ്. This was an exceptional rendition. So I'd like to give you a Thank you. Keep it up. Thank you, sir. You can also give ഓ ഓഫ് കോഴ്സ് യെസ്. ഞാൻ വെച്ച് പറയാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് രണ്ടിനും. ഔസേപ്പച്ചൻ സാറിന്റെ പാട്ട് പാടിയതിനും അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം. ഇന്നത്തെ ഒരു റെൻഡിഷനും ട്രീറ്റ് ഒന്നും കിട്ടിയില്ല. അത് ഞാൻ തരാം. ആണോ? അത് ഈ പാട്ട് ഇറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ടാ. പാട്ട് ഇറങ്ങിയിട്ട് തരാമെന്ന്. റെക്കോർഡിംഗ് നടക്കുമ്പോഴല്ലേ തരേണ്ടത്. അത് ഞാൻ തരാം അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട്. ഒരു സ്വീറ്റ് ഉറപ്പിച്ചു. നമുക്കിവിടെ ചില ഹോട്ടൽസ് ഒക്കെ ഉണ്ടല്ലോ, ഹയാത്ത് എന്ന് പറഞ്ഞുണ്ട്. എവിടെയെങ്കിലും ഞാൻ സോയേഷിനെ പിടിച്ചോളാം. ബാംഗ്ലൂർ പോവാം. അച്ഛനൊരു വലിയ കെട്ട് സാധനമായിട്ട് വരും. ശ്രീയെടുത്ത് പറഞ്ഞാൽ സോയേഷിന്റെ അടുത്തല്ലേ പറയാൻ പോന്നേ. അപ്പൊ ഞാൻ സോയേഷിന്റെ അടുത്ത് പറയാം എപ്പോഴാണ് നമ്മളെല്ലാം റെഡിയാണെന്ന് പറയാം. അപ്പോ ശ്രീകുട്ടി, ഈ ഒരു പാട്ട് ഇത്രയും നോസ്റ്റാലജിക് ആയിട്ടുള്ള ഒരു പാട്ട് 1967 ഇറങ്ങിയ പാട്ട് ഈ ജനറേഷനിലുള്ള മോള് പാടുന്നത് ഒരു ശരിക്കും അത്ഭുതകരമായിട്ട് അതിശയിപ്പിച്ച വിധത്തിൽ പാടി. ശരിക്കും ഒരു ഗൂസ് ബം മൂമെന്റ്സ് ആയിരുന്നു. ശരിക്കും അതിശയിപ്പിക്കുന്ന വിധത്തിൽ പാടി. നമുക്കൊരു ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഗംഭീരമായിട്ട് പാടി എന്ന് പറഞ്ഞു. വളരെ കുട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഇന്റൻസ് ആയിരുന്നു, ഫീലിങ്സ് ആസ് വെൽ. സംഗതികളായാലും ശരി, എല്ലാത്തിനും ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. So that counts a lot. Thank you so much, sir. Thank you. So wish you everything best in future. Thank you so much. Okay. റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അവര് എനിക്ക് ഔസേപ്പച്ചൻ സാർ നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പാട്ട് നേരത്തെ പഠിപ്പിച്ചു തന്നോ? പാട്ട് നേരത്തെ അവര് സെൻഡ് ചെയ്തായിരുന്നു, അപ്പൊ ഞാൻ അങ്ങനെ പഠിച്ചു. പിന്നെ അവര് കുറച്ച് വേരിയേഷൻസ് ഒക്കെ നടത്തി അവര് ഞാൻ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് പോയപ്പം. നല്ല സ്വീറ്റ് ആണ്, എനിക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നല്ലോണം പാടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. So wish you more and more songs. Thank you, sir. Better songs. Thank you so much. Yeah. ശ്രീകുട്ടി, യെസ് മാം, കഴിഞ്ഞ പെർഫോമൻസില് ഡൈനാമിക്സ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടതാ. അതിനുശേഷം ഡൈനാമിക്സ് എക്സലന്റ്. താങ്ക് യു മാം. എക്സലന്റ് സിംഗിങ്. താങ്ക് യു മാം. ഒരുപാട് ഭാഗങ്ങൾ ബ്യൂട്ടിഫുൾ ആയി വന്നിട്ടുണ്ട്. താങ്ക് യു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് ശ്രീകുട്ടിയുടെ ആ ഇൻവോൾവ്മെന്റ് ആണ്. ബാക്കി ഒന്നിനെ പറ്റിയും ബോധേഡ് അല്ല. ആക്ച്വലി ശ്രീകുട്ടി ഒന്നും അറിയുന്നില്ല, പാട്ടിലാണ് ഫുൾ കോൺസെൻട്രേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് യുവർ
ബെസ്റ്റ് പെർഫോമൻസ്. Thank you. ഇതുവരെ ചെയ്തതിൽ ശ്രീകുട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. താങ്ക് യു മാം. മിടുക്കിയായിട്ട് പാടി കേട്ടോ. എനിക്ക് ഒരുപാട് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു. എടുത്തെടുത്ത് പറയുന്നില്ല, ആകെ ആ ഒരു താളം ഒന്നും മറഞ്ഞു പോയത് മാത്രമേ, അത് ശ്രീയ അറിഞ്ഞതുമില്ല. അതിപ്പോ നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിയണത്, അതുവരെ അറിഞ്ഞിട്ടില്ല. അത് ബ്രില്യന്റ്ലി മാനേജ്ഡ് ബൈ നമ്മുടെ ടോപ്പ് ബാൻഡ്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്നുള്ള ശ്രീകുട്ടി യെസ് മാം. ബമ്പർ അടിക്കാൻ പോവുകയാണല്ലോ. Yes, it is 100 out of 100 for ശ്രീകുട്ടി today. സ്റ്റാർ കൂടെ ആഡ് ചെയ്തു. ഓക്കെ താങ്ക് യു. അത് പോരല്ലോ കൂട്ടൻ, ഒരു സ്റ്റാർ കൂടി കൊടുക്കാം. So it's 2 stars. താങ്ക് യു. ഒരു മധുര 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 കുട്ടി. താങ്ക് യു. താങ്ക് യു. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആണ് ഈ ഇരുന്ന് മിഠായി പെറുക്കുന്നത് ശ്രീയക്കുട്ടിയാണ്. ആര്യ ചേച്ചി വെൽക്കം. ആര്യ ചേച്ചി നമുക്ക് 2 ഗിഫ്റ്റ് കൊടുക്കാം. യെസ് ശ്രീകുട്ട, യെസ്. ഒരു ലോഡ് വെളിച്ചെണ്ണയുണ്ട്, പവിഴം വെളിച്ചെണ്ണ. ഇത് നമ്മുടെ പവിഴം പ്രീമിയം കോക്കനട്ട് ഓയിലിന്റെ ഒരു സ്നേഹോപഹാരം. ഗിഫ്റ്റ് ഹാമ്പർ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പിന്നെ നമ്മുടെ Kinder Box. കുട്ടി സൂപ്പർ സ്റ്റാറിന് കിൻഡർ ബോക്സിന്റെ സ്റ്റൈലിഷ് ഗിഫ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. പിടിക്കാൻ പറ്റണില്ലേ? പിടിക്കാൻ ഓക്കെ, പറ്റും. മിടുക്കി കേട്ടോ. താങ്ക് യു. ബ്യൂട്ടിഫുൾ. ഓക്കെ. പിടിക്കണോ? വേണ്ട കുഴപ്പമില്ല. ശരി, ബൈ. ഓക്കെ ബൈ. ആര്യ ചേച്ചി താങ്ക് യു, ബൈ. ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല പാട്ടുകളൊക്കെ കേട്ടു, കുറെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ പ്രേക്ഷകരും ഇഷ്ടമുള്ള കുട്ടി പാട്ടുകാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അഥവാ മറന്നു പോയിട്ടുണ്ട്, താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ MMC വഴി കുട്ടി പാട്ടുകാർക്ക് വോട്ട് ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുക. പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മുടെ കുട്ടി പാട്ടുകാർക്ക് ഏറ്റവും അധികം വേണ്ടത് കേട്ടോ. ഇന്ന് എന്തായാലും നമ്മൾ തൽക്കാലത്തേക്ക് ടാറ്റ പറയാണ്. അടുത്ത ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.